എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം. ഈ റെസിപ്പിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചത് റെഡ് വൈൻ ഉപയോഗിച്ചാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് ബെറി മിക്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് വാൽനട്ട്സ് എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള നട്ട്സും ഡേറ്റ്സും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേക്കിന് വേണ്ടിയിട്ട് 1 മുതൽ 1.5 കപ്പ് വരെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഇതിൽ 1.5 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കറുത്ത മുന്തിരിങ്ങയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റെഡ് വൈൻ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ 3/4 കപ്പ് റെഡ് വൈൻ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് സോക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ മിക്സർ വൈനിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ആ വൈനിൽ നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ മിക്സ് ഒരു 1 മന്ത് വരെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ദിവസം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വൈനിന് പകരമായിട്ട് ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ ചേർക്കാവുന്നതാണ്. ഞാനിതിവിടെ ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് നല്ല എയർ ടൈറ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. കേക്കിന് ആ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പാൻ തന്നെ ഇങ്ങനെ പയ്യെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരും. അത് കഴിഞ്ഞ് സൈഡിലൊക്കെ കളറ് മാറി തുടങ്ങും. അപ്പോൾ ഈ സമയം ഒരു സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം, ആ കളറ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സിറപ്പ് നല്ല ഡാർക്ക് കളറിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നാലേ കേക്ക് നല്ല ബ്രൗൺ കളറിൽ കിട്ടുള്ളൂ. ഈ സമയം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കാം. ഇതിപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിട്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്കാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ കൈമേലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്യുന്നതും തലേ ദിവസം തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസമായി. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട സ്പൈസസ് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഉള്ളിലത്തെ കുരു മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ജാതിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നട്ട്മെഗ് പൗഡർ ഇല്ല, അതാണ് കേട്ടോ. ഈ സ്പൈസസ് ഒക്കെ പൊടികളായിട്ട് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ഷീറ്റ് താഴെ ലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള മെഷറിംഗ് കപ്പ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ബാക്കി വരുന്ന എല്ലാ അളവുകളും ആ കപ്പുകളിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. അത് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ആ ലൈൻ ചെയ്ത് വെച്ച ആ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് മടക്കി പൊതിഞ്ഞെടുത്ത് വെക്കാം. സ്പൈസസിൻ്റെ ഒന്നും മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബൗളിലേക്കാണ് അരിച്ചിടുന്നതെങ്കിൽ അത് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസം വൈനിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വൈനിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം.
ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കേക്കിന് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നല്ല, വേറെ 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. ഈ മൈദ ഡ്രൈ ഫ്രൂട്ട്സിൽ നന്നായിട്ട് പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊങ്ങി വരുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് പാൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ എടുക്കുകയാണെങ്കിൽ കേക്കിന് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ ബേക്കിംഗ് ഷീറ്റ് ഒട്ടിച്ച് കേക്ക് പാൻ റെഡിയാക്കി എടുക്കണം. ഞാൻ ഈ കേക്ക് അവനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ടൈമർ ഒരു 60 മിനിറ്റിലേക്ക് തിരിച്ചിടണം. ഇനി ഇതിൻ്റെ ബേക്കിംഗ് മോഡ് ഫാൻ അസിസ്റ്റഡിലേക്ക് വേണം തിരിച്ചിടാനായിട്ട്. ഇനി ടെമ്പറേച്ചർ 170 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പ്ലം കേക്കിൻ്റെ എസൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൂടെ ചേർക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചുകൂടെ ഫ്ലേവർഫുൾ ആയിരിക്കും. ഇനി ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 2 ഫോർക്ക് ക്രോസ് ചെയ്ത് പിടിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതും അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എളുപ്പത്തിന് ഇലക്ട്രിക് ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഈ ബൗളൊന്ന് പയ്യെ ചരിച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ട എളുപ്പത്തിൽ പതഞ്ഞ് കിട്ടും. മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/4 കപ്പോളം വേണമെങ്കിൽ ചേർക്കാം. പഞ്ചസാര 2 വട്ടമായിട്ട് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. വലിയ തരികളുള്ള പഞ്ചസാരയാണ് ഈ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ 3 മുട്ടയും നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ബ്രൗൺ ഷുഗർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അത് ചേർത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് ലോ സ്പീഡിലിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 കപ്പ് ഉരുക്കിയ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം 1/2 കപ്പ് ഓയിൽ ചേർത്താലും മതി. ഇനി ഇതും ലോ സ്പീഡിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് മാറ്റി വെച്ചിരുന്ന മൈദയും സ്പൈസസും ചേർത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെയായിട്ട് ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് മിക്സായിട്ട് വരാൻ ഭയങ്കര പാടായിരിക്കും. ഈ സമയം ബീറ്റർ വെച്ച് വേണമെങ്കിൽ ലോ സ്പീഡിൽ വെച്ച് ബീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. കുറച്ചുകൂടെ ഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്പാച്ചുല ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ബാച്ച് മാവ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ലൈം സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൈനില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വൈനിലല്ല സോക്ക് ചെയ്യാൻ വെച്ചിരുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ആയാലും ചേർക്കാം. ആദ്യത്തെ സ്പൂൺ വൈൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2ാമത്തെ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുല വെച്ച് പയ്യൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന 1/4 ഭാഗത്തോളം ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. കേക്ക് ബേക്കായിട്ട് പൊങ്ങി വരുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴേക്ക് അടിഞ്ഞു പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സ് നിരത്തി വയ്ക്കാം. കൂടെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പയ്യൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അവനിൽ ചൂട് 170 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിട്ടുണ്ട്. ആ ചൂടിൽ വരുമ്പോൾ ആ ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെയുള്ള ലൈറ്റ് ഓഫായി പോവും. ഇനി ഈ അവനിലേക്ക് നമ്മുടെ കേക്ക് പാൻ വെച്ച് കൊടുക്കാം. താഴത്തെ റാക്കിലേക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ 140ലേക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടൈമർ 60 മിനിറ്റിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്.
ഇത് ശരിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ കേക്ക് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോകാതെ നല്ല യൂണിഫോമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് കേക്ക് അടുത്ത ദിവസം മുറിക്കുന്നതാണ്. ഇതിപ്പോൾ പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചറിലും ഫ്ലേവറിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.